നമസ്കാരം. ആധുനികതയുടെ കാലത്തിന് ശേഷമുള്ള തലമുറയിലെ മലയാളത്തിലെ പ്രമുഖനായ കവിയായിരുന്നു എ അയ്യപ്പൻ. സവിശേഷമായ ബിംബയോജനയിലൂടെ കൈപ്പാർന്ന ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കവിതയ്ക്ക് പുത്തൻ ഭാവുകത്വം രൂപപ്പെടുത്തുവാൻ അയ്യപ്പന് കഴിഞ്ഞു. തൻ്റെ കവിതകളെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ കവിത കുറിച്ചു: ഞാൻ കാട്ടിലും കടലോരത്തുമിരുന്ന് കവിത എഴുതുന്നു, സ്വന്തമായൊരു മുറിയില്ലാത്തവൻ, എൻ്റെ കാട്ടാറിൻ്റെ അടുത്തു വന്നു നിന്നവർക്കും ശത്രുവിനും സഹാവിനും സമകാലീന ദുഃഖിതർക്കും ഞാനിത് പങ്കുവയ്ക്കുന്നു. ജീവിതരേഖ നോക്കാം, അദ്ദേഹത്തിന്റെ ആദ്യകാലം നോക്കാം. 1949 ഒക്ടോബർ 27 തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് അദ്ദേഹം ജനിച്ചു. അറുമുഖനും മുത്തമ്മാളുമായിരുന്നു മാതാപിതാക്കന്മാർ. അയ്യപ്പന് 1 വയസ്സുള്ളപ്പോൾ അച്ഛൻ ആത്മഹത്യ ചെയ്തു. 15 വയസ്സുള്ളപ്പോൾ അമ്മ ഭ്രൂണഹത്യയിൽ മരിച്ചു. തുടർന്ന് മൂത്ത സഹോദരി സുബ്ബലക്ഷ്മിയുടെയും സഹോദരി ഭർത്താവായ വി കൃഷ്ണന്റെയും സംരക്ഷണയിൽ നേമത്താണ് വളർന്നത്. അയ്യപ്പൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടു. 5-ാം വയസ്സിൽ പുകവലിയും 10-ാം വയസ്സിൽ മദ്യപാനവും തുടങ്ങി. ഔദ്യോഗിക ജീവിതത്തെ നോക്കാം. വിദ്യാഭ്യാസം കഴിഞ്ഞ് 21-ാം വയസ്സിൽ അക്ഷരം മാസികയുടെ പ്രസാധകനും പത്രാധിപരുമായി. പിന്നീട് ആ ജോലി ഉപേക്ഷിച്ചു. ജീവിതത്തെ നോക്കാം. അലസമായി പാറിക്കിടക്കുന്ന മുടി, അരമുറുക്കാത്ത അയഞ്ഞ് തൂങ്ങിയ മുണ്ട്, ഹവായി ചെരുപ്പ്, തോളിൽ സഞ്ചി, ഇത്രയുമാണ് കവി എ അയ്യപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലെത്തുന്ന ചിത്രം. കവിതയുടെ ചൂടും ചൂരും ആവാഹിച്ച് തെരുവിൽ അലഞ്ഞ കവിയായിരുന്നു അദ്ദേഹം. പൊള്ളുന്ന അനുഭവങ്ങളും പേറി വ്യവസ്ഥാപിത കെട്ടുപാടുകളോട് നിരന്തരം കലഹിക്കാൻ വിധിക്കപ്പെട്ട കവി. തെരുവിൽ നടന്ന്, തെരുവിൽ കിടന്ന്, തെരുവിൽ മരിച്ച കവി. സ്വന്തമായൊരു വീടില്ലാത്ത, അക്ഷരങ്ങളാൽ സ്വന്തമായൊരു കാവ്യപ്രപഞ്ചം സൃഷ്ടിച്ച കവി. എല്ലാത്തിൽ നിന്നും കുതറിമാറി മദ്യത്തിന്റെ മണം പരക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു യാചകനെ പോലെ അലഞ്ഞ കവിയെയാണ് പലർക്കും പരിചിതം. അത്രമേൽ അരാജകമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം 4 വർഷത്തോളം കണ്ണൂർ ജില്ലയിലെ മണത്തണയിൽ താമസിച്ച് കവിതകൾ എഴുതിയിരുന്നു. സ്കിസോഫ്രിയ എന്ന രോഗത്തിന് ചികിത്സ തേടിയ ശേഷം ചിത്തരോഗാശുപത്രിയിലെ ദിവസങ്ങൾ എന്നൊരു കാവ്യസമാഹാരം അദ്ദേഹം രചിക്കുകയുണ്ടായി. വിഷാദവും ആത്മഹത്യാ പ്രവണതയും കൂടുതലുള്ള ബൈപ്പോളാർ ഡിസോർഡർ ആണ് അയ്യപ്പനുണ്ടായിരുന്നത് എങ്കിലും അയ്യപ്പൻ ആത്മഹത്യ ചെയ്യാൻ മുതിർന്നില്ല. രാഷ്ട്രീയത്തെ നോക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു അയ്യപ്പൻ. ആർ സുഗതനും സി അച്യുതമേനോനും അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. എൻ്റെ കടപ്പാടുകൾ കമ്മ്യൂണിസത്തിലാണ്, ഞാൻ എന്നെങ്കിലും ഉയർത്തെഴുന്നേൽക്കും, ഈ ജീവിതത്തിൽ നിന്ന് അന്ന് വിപ്ലവമുണ്ടാകും എന്ന് കവി ആദ്യകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ കമ്മ്യൂണിസം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രണയത്തിനും കമ്മ്യൂണിസത്തിനും നിലനിൽപ്പില്ലെന്നും അയ്യപ്പൻ ഉറക്കെ പ്രഖ്യാപിച്ചു. സാമൂഹ്യ ജീവിതത്തെ നോക്കാം, സാഹിത്യ ജീവിതത്തെ നോക്കാം. കഥകൾ എഴുതിയായിരുന്നു അയ്യപ്പന്റെ തുടക്കം. 10-ാം ക്ലാസ്സിൽ വെച്ച് ആദ്യ കഥാസമാഹാരം ഓണക്കാഴ്ച പുറത്തിറങ്ങി. പിന്നീട് കവിതയിലേക്ക് ചേക്കേറി 2000-ലധികം കവിതകൾ അയ്യപ്പൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. അനാഥവും അരക്ഷിതവുമായ ബാല്യത്തിൽ നിന്നാണ് അയ്യപ്പൻ എന്ന കവിയുടെ കാവ്യപ്രപഞ്ചം രൂപപ്പെടുന്നത്. പൊതുധാരയോട് സമരസപ്പെടാത്ത നിരന്തര കലഹങ്ങൾ കൂടിയായിരുന്നു അയ്യപ്പന്റെ കവിതകൾ. തെരുവിൽ ചിതറി വീണ ജീവിതങ്ങളുടെ പകർത്തെഴുത്തായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ. പ്രണയവും മരണവും വിരഹവും തുടങ്ങി മനുഷ്യ മനസ്സുകളിലെ എല്ലാ ഭാവങ്ങളും തൊട്ടുണർത്തുന്നതാണ് അയ്യപ്പൻ കവിതകൾ. മരണത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും കൈമടക്കിലെ തുണ്ടുകടലാസിൽ കുത്തിക്കുറിച്ചു ഒരു കവിതാശകലം കണ്ടെത്തുകയുണ്ടായി. അത്രമേൽ കവിതയെ പ്രണയിച്ച, കവിതയായി മാറിയ ഒരാളായിരുന്നു അയ്യപ്പൻ. ഉന്മാദിയായ കവി, അരാജകവാദി, പലർക്കും പലതായിരുന്നു അയ്യപ്പൻ. ശരിക്കും ആരായിരുന്നു അയ്യപ്പൻ? ഞാൻ എൻ്റെ കാലത്തിന്റെ ബലിയാടും പ്രവാചകനുമാകുന്നു എന്നാണ് അയ്യപ്പൻ സ്വയം നൽകുന്ന ഉത്തരം. അനവധിയായ വേദനകളെ ഉടലിൽ അണഞ്ഞ് തെരുവുകൾ തോറും അലഞ്ഞ കവിയെ മലയാളികൾ ആഘോഷമാക്കി. കലാലയ ചുമരുകളെയെല്ലാം അയ്യപ്പന്റെ കവിതകൾ കൊണ്ട് നിറഞ്ഞു. അത്രമേൽ ആഘോഷിക്കപ്പെട്ട, അത്രമേൽ ജനകീയമായ കവിതകളായിരുന്നു അയ്യപ്പൻ്റേത്. കൃതികളെ നോക്കാം. പ്രധാനപ്പെട്ട കൃതികള് കറുപ്പ്, മാളമില്ലാത്ത പാമ്പ്, ബുദ്ധനും ആട്ടിൻകുട്ടിയും, ബലിക്കുറിപ്പുകൾ, വെയിൽ തിന്നുന്ന പക്ഷി, ഗ്രീഷ്മവും കണ്ണുനീരും, ചിറകുകൾ കൊണ്ടൊരു കൂട്, മുളംതണ്ടിനു രാജയഷ്മാവ്, കൽക്കരിയുടെ നിറമുള്ളവൻ,
തെറ്റിയാടുന്ന സെക്കൻഡ് സൂചി, പ്രവാസിയുടെ ഗീതം, ചിത്തരോഗാശുപത്രിയിലെ ദിവസങ്ങൾ, ജയിൽ മുറ്റത്തെ പൂക്കൾ, ഭൂമിയുടെ കാവൽക്കാരൻ, മണ്ണിൽ മഴവില്ല് വിരിയുന്നു, കാലം ഘടികാരം എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ. പുരസ്കാരങ്ങൾ നോക്കാം. 1992 കനകശ്രീ അവാർഡ്, 1999 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 2003 പണ്ഡിറ്റ് KP കുറുപ്പൻ പുരസ്കാരം, 2007 SBT അവാർഡ്, 2008 അബുദാബി ശക്തി അവാർഡ്, 2010 ആശാൻ പുരസ്കാരം എന്നിവയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അന്ത്യകാലത്തെ നോക്കാം. 2010 കവിതയ്ക്കുള്ള ആശാൻ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. 2010 ഒക്ടോബർ 23 ചെന്നൈയിൽ വെച്ചായിരുന്നു പുരസ്കാരം ഏറ്റുവാങ്ങാനിരുന്നത്. പക്ഷേ ഒക്ടോബർ 21 വൈകിട്ട് 6 മണിയോടെ തിരുവനന്തപുരത്ത് വെച്ച് അയ്യപ്പൻ അന്തരിച്ചു. പോലീസിന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് തമ്പാനൂരിൽ വഴിയിൽ അയ്യപ്പനെ അബോധാവസ്ഥയിൽ കണ്ടെത്തി. അയ്യപ്പനെ പോലീസ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അയ്യപ്പനെ തിരിച്ചറിഞ്ഞത് മരണശേഷമാണ്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സംശയിക്കപ്പെടും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഒക്ടോബർ 26 തൈക്കാട്ട് ശാന്തി കവാടത്തിൽ അയ്യപ്പന്റെ മൃതദേഹം സംസ്കരിച്ചു. ആശാൻ പുരസ്കാരം സ്വീകരിക്കാനായി ചെന്നൈയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു മരണം. അയ്യപ്പൻ മരിച്ചപ്പോൾ പല്ല് എന്ന് പേരിട്ടിരുന്ന കവിത കൈമടക്കിൽ തുണ്ടുകടലാസിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പുരസ്കാരവേദിയിൽ ചൊല്ലാൻ കരുതി വെച്ചതായിരുന്നു തുണ്ടുകടലാസിലെ ആ കവിത. മരണം മുന്നിൽ കണ്ട് എഴുതിയതുപോലെയാണ് പല്ലെന്ന കവിത എഴുതപ്പെട്ടിട്ടുള്ളത്. മരണാനന്തര കാര്യങ്ങളെ നോക്കാം. മരണത്തിന് ശേഷവും അയ്യപ്പൻ അവഗണിക്കപ്പെട്ടു എന്നാണ് പലരും ചിന്തിക്കുക. സാംസ്കാരിക ലോകം അയ്യപ്പന് വേണ്ടത്ര പരിഗണന കൊടുത്തില്ല എന്ന് പരാതി ഉയർന്നിരുന്നു. അയ്യപ്പന്റെ മരണാനന്തരം പത്രദൃശ്യ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ കവിതകളിലൊന്നാണ് എൻ്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് എന്നുള്ളത്. അയ്യപ്പന്റെ ഈ ജീവിതകഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.